everybody, welcome to English speaking course. Let's begin this class with a sentence. Did you smile today? നിങ്ങൾ ഇന്ന് സ്മൈൽ ചെയ്തിരുന്നോ? So, this is a declarative sentence. അതായത് ഇതൊരു question ആണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും most of the sentences that we use in our daily life are questions. So ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കുറേ questions എങ്ങനെ ചോദിക്കും എന്ന് പഠിക്കാം. അതുകൂടാതെ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ പറയാൻ പറ്റും എന്ന് പഠിപ്പിക്കാം. These are very simple and very commonly used questions and answers. So വീഡിയോ ഫുൾ കാണണം. very simple questions സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിഞ്ഞാലും അതിൻ്റെ ആൻസർ പറയാനുള്ള രീതി ചിലപ്പോൾ അറിഞ്ഞൊന്ന് വരില്ല. സോ കുറച്ച് നീണ്ട വീഡിയോ ആണ്, ബട്ട് നിങ്ങൾ ഫുൾ കാണണം. ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ എടുക്കണം. Please keep a pencil and a paper with you to note down the important questions. So before beginning the video, ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So let's get started. So our first question is, നിന്റെ പേരെന്താണ്? What's your name? What's your name? It's a very simple question. ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം my name is. അവിടെ നമുക്ക് നമ്മളെ പേര് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേര് പറയാം. ഫോർ എക്സാമ്പിൾ മൈ നെയിം ഈസ് രമ്യ, ഐ ആം രമ്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. മൈ നെയിം ഈസ് രമ്യ നമ്മൾ എപ്പോഴാണ് പറയുക? We can say this in formal situations like interview. ഇൻ്റർവ്യൂവിൽ നമ്മളോട് നമ്മളെ പേര് ചോദിച്ചാൽ we can say my name is രമ്യ. ആ സമയത്ത് നിങ്ങൾ ഐ ആം രമ്യ എന്ന് പറയരുത്. ദാറ്റ് ഈസ് a totally wrong and informal way to introduce yourself. So I am Ramya എപ്പോഴാ പറയാ? When you are talking to your friends or relatives. So ഈ ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം, ഓർത്ത് വെക്കണം. So let's move on to our next question. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? How old are you? How old are you? ഇതിന് എങ്ങനെ ആൻസർ പറയാം? വി ക്യാൻ സിംപ്ലി ടെൽ അവർ ഏജ്. ഫോർ എക്സാമ്പിൾ 32. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം 32. അത്ര പറഞ്ഞിട്ട് നിർത്താം. അല്ലെങ്കിൽ നമുക്ക് ഫുൾ സെൻറ്റൻസ് ആയിട്ട് പറയാം ഐ ആം 32 years old. ഇവിടെയാണ് നിങ്ങൾ തെറ്റ് വരുത്താറുള്ളത്. ഐ ആം 32 years എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. യു വിൽ ഹാവ് ടു സേ ദ ഫുൾ സെൻറ്റൻസ് ഐ ആം 32 years old. ഇനി അങ്ങനെ പറയാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ആം 32. അവിടെ വെച്ച് തന്നെ നിർത്തണം, ഇയേഴ്സ് പറഞ്ഞിട്ട് നിർത്തരുത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവൾക്ക് അല്ലെങ്കിൽ അവന് എത്ര വയസ്സുണ്ട് എന്ന് ചോദിക്കാൻ വി ക്യാൻ ആസ്ക് ഹൗ ഓൾഡ് ഈസ് ഹീ ഓർ ഷീ. ഹൗ ഓൾഡ് ഈസ് ഹീ, ഹൗ ഓൾഡ് ഈസ് ഷീ. ആൻസർ സെയിം ഫോർമാറ്റിൽ നമുക്ക് പറയാം 32. ഷീ ഈസ് 32. or we can say she is 32 years old. Next common question is, നിങ്ങൾ എവിടെ താമസിക്കുന്നു? Where do you live? ഇതിൻ്റെ ആൻസർ എങ്ങനെ പറയാം? We can say I live in Abu Dhabi. I live in എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താമസിക്കേണ്ട സ്ഥലം പ്ലേസ് അവിടെ പറഞ്ഞാൽ മതി. Where are you from? നിങ്ങൾ എവിടുന്നാണ്? I am from India. I am from Kerala or I am from Kannur. ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ആരെങ്കിലും ആണ് ചോദിക്കുന്നെങ്കിൽ വി ക്യാൻ സേ ഐ എം ഫ്രം ഇന്ത്യ. ഇനി ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും ചോദിക്കുന്നെങ്കിൽ വി ക്യാൻ സേ ഐ എം ഫ്രം കേരള. ലൈക്ക് വൈസ് കേരളത്തിൽ നിന്നാണ് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ വി ക്യാൻ സേ ഐ എം ഫ്രം കണ്ണൂർ. യു ക്യാൻ ആൻസർ അക്കോർഡിംഗ്ലി. ഇതുവരെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് പതുക്കെ പതുക്കെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാക്കിയിട്ട് കൊണ്ടുപോകാം. നിന്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഡേ? ഹൗ വാസ് യുവർ ഡേ? ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് ബീൻ ഗ്രേറ്റ്. വളരെ നല്ലതായിരുന്നു, ഗ്രേറ്റ് ആയിരുന്നു. ഹൗ അബൌട്ട് യു? ഇങ്ങനെ ചോദിക്കാം. നിങ്ങളുടെ എങ്ങനെയുണ്ടായിരുന്നു ദിവസം എന്നാണ് ഹൗ അബൌട്ട് യു കൊണ്ട് നമ്മൾ തിരിച്ച് ചോദിക്കുന്നത്.
ഇംഗ്ലീഷ് ബിഗിനേഴ്സ് ലെവലിലാണ് നിങ്ങളെങ്കിൽ ഈ സെൻറ്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ഇറ്റ്സ് ബീൻ ഗ്രേറ്റ്, ഹൗ അബൌട്ട് യു? വളരെ തിരക്കുള്ള ദിവസമാണെങ്കിൽ വി ക്യാൻ സേ ഐ ഹാവ് ഹാഡ് എ ബിസി ഡേ. I have had a busy day. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള ദിവസം ആയിരുന്നെങ്കിൽ we can say it has been a difficult day. How was yours? നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു? It has been a difficult day. How was yours? Another most common question is സുഖമാണോ? How are you? We can even ask how are you doing? ഇതിൻ്റെ മറുപടി എങ്ങനെ കൊടുക്കാൻ പറ്റും? കുറേ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. ബട്ട് ഞാൻ ഇവിടെ വെറും 2 രീതിയിലുള്ള റിപ്ലൈ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഐ എം ഫൈൻ, താങ്ക് യു എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ എം ഗുഡ്, ഹൗ അബൌട്ട് യു? ഐ എം ഗുഡ്, ഹൗ അബൌട്ട് യു? I personally feel that this is the most beautiful way to answer this question. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും ഈ ക്വസ്റ്റ്യൻ്റെ മറുപടി ഇങ്ങനെയാണ് പഠിപ്പിച്ച് കൊടുക്കാറുള്ളത്. ഐ എം ഗുഡ്, ഹൗ അബൌട്ട് യു? ഈ സെൻറ്റൻസിൽ നമ്മൾ റിപ്ലൈയും കൊടുത്തു, മറുപടിയും കൊടുത്തു, അവരോടും അന്വേഷിച്ചു അവരെങ്ങനെയാണ്, സുഖാണോ? ഹൗ അബൌട്ട് യു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഡു യു ഡു? ഇവിടെ മറ്റുള്ളവരുടെ ജോലി, അതായത് പ്രൊഫഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കാറുള്ളത്. ഇതിൻ്റെ മറുപടി നമുക്ക് പറയാം ഐ എം എ ടീച്ചർ. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് നിങ്ങൾക്ക് അവിടെ പറയാം. ഫോർ എക്സാമ്പിൾ ഐ എം എ ടീച്ചർ, ഐ എം എ ഡോക്ടർ. Or if you don't have a profession, if you are a housewife, you can say I am a housewife. നിങ്ങളുടെ ജോലി ചെയ്യേണ്ട ഓഫീസ് അല്ലെങ്കിൽ സ്ഥലം കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതെങ്ങനെ പറയാം? യു ക്യാൻ സേ ഐ എം വർക്കിംഗ് വിത്ത് TCS ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ TCSലാണ് ജോലി ചെയ്യുന്നത്, നിങ്ങളെ ഡെസിഗ്നേഷൻ അതായത് നിങ്ങളെ ജോലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോ ഈ സെൻറ്റൻസിൽ നമ്മൾ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ബിസിനസ് ആണ് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ സേ ഐ റൺ എ ബിസിനസ്. ഐ റൺ എ ബിസിനസ്. ഇനി ജോലി പരിതുവാണെങ്കിൽ യു ക്യാൻ സേ ഐ എം സെർച്ചിങ് ഫോർ എ ജോബ്. ഐ എം സെർച്ചിങ് ഫോർ എ ജോബ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് പോകുന്നത്. സോ പ്ലീസ് ഡു വാച്ച് ദ ഫുൾ വീഡിയോ വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ. ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങൾക്ക് ചായ വേണോ? നിങ്ങൾക്ക് കാപ്പി വേണോ? നിങ്ങൾക്ക് ഭക്ഷണം വേണോ? ഒരുമിച്ച് ചോദിക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വി ക്യാൻ ആസ്ക് വുഡ് യു ലൈക്ക് സം ടീ? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വുഡ് യു ലൈക്ക് സം കോഫി? ഓർ വി ക്യാൻ ഈവൻ ആസ്ക് വുഡ് യു ലൈക്ക് സം ഫുഡ്? അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് എന്താ വേണ്ടത് അത് നമുക്ക് പറയാം. യെസ് താങ്ക് യു, ഐ ഡിഡ് ലൈക്ക് സം ടീ. യെസ് താങ്ക് യു, ഐ ഡിഡ് ലൈക്ക് സം ടീ. ഇനിയൊന്നും വേണ്ടെങ്കിൽ വി ക്യാൻ സേ നോ താങ്ക്സ്, നോ താങ്ക്സ്. ഇനി ഇങ്ങനെ ചോദിക്കാതെ നമ്മൾ വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഹൗ ക്യാൻ വി ആസ്ക് ദിസ്? Would you like something to drink or eat? Would you like something to drink or eat? അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം താങ്ക് യു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി. താങ്ക് യു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഇനി ദോശയാ വേണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? വി ക്യാൻ സേ താങ്ക് യു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദോശ. താങ്ക് യു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദോശ. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് ചായയോ കാപ്പിയോ വേണോ? വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി? വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി? ചായയോ കാപ്പിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഓർ ചേർത്തിട്ടുള്ളത്. ടീ ഓർ കോഫി. ഈ ക്വസ്റ്റ്യൻ്റെ മറുപടി പറയേണ്ട സ്റ്റൈൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈതർ ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞാൽ ഏതായാലും പറ്റും. ചായ ആയാലും പറ്റും, കോഫി ആയാലും പറ്റും. എനിക്ക് വിരോധമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ഈതർ ഐ ഡോണ്ട് മൈൻഡ്. ഇനി രണ്ടും വേണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ ഡോണ്ട് വോണ്ട് ഈതർ. എനിക്ക് രണ്ടും വേണ്ട. ഐ ഡോണ്ട് വോണ്ട് ഈതർ. അല്ലെങ്കിൽ നമുക്ക് പറയാം, വേണ്ടെങ്കിൽ പറയാം നീതർ, നോ താങ്ക്സ്. രണ്ടും വേണ്ട. നീതർ, നോ താങ്ക്സ്.
ചായ വേണ്ടെങ്കിൽ നമുക്ക് പറയാം I prefer tea. I prefer tea. എന്താണോ വേണ്ടത് അത് പറയാം. നിങ്ങൾ വീഡിയോ പോസ് ആക്കിയിട്ട് ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കുക എൻ്റെ കൂടെ. എപ്പോൾ ഫ്രീ ആണെന്ന് പറയാമോ? നിങ്ങൾ എപ്പോൾ ഫ്രീ ആണെന്ന് പറയാമോ? Can you tell me when you are free? Can you tell me when you are free? I'll be free on Sundays. I'll be free on Sundays. Sundays എന്ന് പറഞ്ഞാൽ എല്ലാ സൺഡേയും ഫ്രീ ആയിരിക്കും. അതാണ് അവിടെ എസ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു സൺഡേ മാത്രം, വരാൻ പോണ്ട സൺഡേ മാത്രം ഫ്രീ ആണെങ്കിൽ നമുക്ക് പറയാം I'll be free on Sunday. അവിടെ എസിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ നാളെ ഫ്രീ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് how can we say? We can say I'll be free tomorrow. I'll be free tomorrow. അവിടെ ഓണിന് ചേർക്കേണ്ട ആവശ്യമില്ല, പ്രപ്പോസിഷൻ ഓണിൻ്റെ ആവശ്യമില്ല. അവിടെ ഡയറക്റ്റ്ലി നമുക്ക് ടുമോറോ എന്ന് പറയാം. I'll be free tomorrow. നെക്സ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ അവനോട് എന്താണ് പറഞ്ഞത്? What did you say to him? What did you say to him? I said nothing. I said nothing. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഏത് സമയത്താണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്? What time do you get up? What time do you get up? I usually get up at 6 o'clock. I usually get up at 6 o'clock. ഇങ്ങനെ ഫുൾ പറയാതെ നമുക്ക് പറയാം I usually get up at 6. അത്ര പറഞ്ഞാലും മതി. Or we can even say I usually get up at 6 in the morning. I usually get up at 6 in the morning. Let's move on to our next question. നീ ഇന്നലെ എവിടെ പോയി? Where did you go yesterday? Where did you go yesterday? I went to the beach. എവിടെയാ പോയേ? ആ കാര്യം I went to the എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ് പോയ കാര്യമാണ്. സോ അവിടെ go എന്ന് പറയരുത്, went യൂസ് ചെയ്യണം. I went to the beach or I went to the park. എപ്പോഴാണ് വീട്ടിൽ എത്തിയത്? When did you reach home? When did you reach home? I reached home at 4. ഞാൻ 4 മണിക്കാണ് വീട്ടിൽ എത്തിയത്. Or I reached home just now. ഞാൻ ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. I reached home just now. Or ഞാൻ 2 മണിക്കൂർ മുന്നെയാണ് വീട്ടിലെത്തിയത്. അതെങ്ങനെ പറയാ? We can say I reached home 2 hours back. I reached home 2 hours back. നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? Whom do you want to meet? Whom do you want to meet? I want to meet എന്ന് പറഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യാനുള്ള ആളെ പേര് പറയാം. I want to meet Mr. John. I want to meet Mr. John. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? How many children do you have? How many children do you have? I have 2 children. എനിക്ക് 2 കുട്ടികളുണ്ട്. I have only 1. എനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. I have only 1. കട എപ്പോൾ തുറക്കും? When will the shop open? When will the shop open? It opens at 9 a.m. ഷോപ്പ് സ്ഥിരമായിട്ട് ഓപ്പൺ ആവേണ്ട ഒരു ഷോപ്പാണ്. സോ യൂഷ്വലി നടക്കേണ്ട ഒരു ഹാബിച്വൽ ആക്ഷനാണ്. അതുകൊണ്ടാണ് ഇറ്റ് വിൽ ഓപ്പൺ എന്നൊന്നും നമ്മൾ ആഡ് ചെയ്യാതെ എസ് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺസ്. ഇറ്റ് ഓപ്പൺസ് അറ്റ് 9 a.m. നിങ്ങളുടെ ജോലി എപ്പോൾ പൂർത്തിയാകും? When will you finish your work? When will you finish your work? അതിൻ്റെ മറുപടി ആയിട്ട് നമുക്ക് പറയാം as soon as possible. എത്രയും പെട്ടെന്ന്. as soon as possible. or കുറച്ച് സമയം എടുക്കും. അതെങ്ങനെ പറയാ? it will take some time. it will take some time. എപ്പോഴാണ് നിങ്ങൾ അവനെ അവസാനമായി കണ്ടത്? When did you last see him? When did you last see him? ഇനി അതിൻ്റെ മറുപടി ആയിട്ട് നമുക്ക് പറയാം ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം. 2 weeks back,
രണ്ടാഴ്ച മുന്നേ or 10 days back 10 ദിവസം മുന്നേ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം last year, last month, 2 weeks back or 10 days back. So with this we have come to the end of today's class. Hope the session was useful for you all. താഴെ കാണേണ്ട വീഡിയോസ് ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കൂ. Thanks for watching.